ഇതുകൊണ്ട് തന്നെയല്ലേ സഹോദരിമാരെ ഇസ്ലാമിൽ കർശനമായിട്ട് പറഞ്ഞൊരു വാക്കാണ് സ്ത്രീകൾ തനിച്ച് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് തന്നെ. ഇന്ന് ചില പണ്ഡിതന്മാർ ഈ വാക്കുകൾ പറയുമ്പോൾ ഒരുപാട് പേര് കുരുപൊട്ടിയിട്ട് വരുന്നു. എന്തിന് നിങ്ങൾ കുരുപൊട്ടുന്നുള്ളത്? ഇസ്ലാമിൽ പറഞ്ഞ വാക്കാണ്. അത് എത്രത്തോളം സത്യമുണ്ട് എന്ന് നിങ്ങൾക്കറിയുമോ? കാരണം വെച്ചാൽ സ്ത്രീകൾ തനിച്ച് യാത്ര ചെയ്യരുത്. അത് എന്തുകൊണ്ട്? ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനും വേണ്ടിയിട്ടാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഈ ഒരു ബ്ലോഗർ ഉണ്ടല്ലോ, ഈ ബ്ലോഗർ ലോകത്തിലെ അറിയപ്പെട്ട സ്ഥലം എവിടെ, ജോർദാനിൽ ബ്ലോഗിങ് ചെയ്യാൻ പോയിട്ടുള്ളാകുമ്പോൾ അനുഭവിച്ച ആ അനുഭവം വിഷമത്തോടെ പറയുമ്പോൾ ചങ്ക് പൊട്ടിപ്പോ. നിങ്ങളൊന്ന് കേട്ടോക്കിയ സഹോദരിമാർ ഫസ്റ്റ് കേൾക്കണം കേട്ടോ. സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു എന്നുള്ളത്. അവസാനിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇത്രയും ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കൺട്രി ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അറിയാത്ത ഭാഷകളായിരുന്നു, എന്നിരുന്നാലും സേഫ് ആയിട്ട് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കൺട്രിയിൽ ഞാൻ വന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറെയൊക്കെ നമ്മളെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആയാൽ തന്നെ നമ്മൾ അത് കാണാതെ വിടും. കാരണം എന്താ വെച്ചാൽ നമുക്ക് വേണ്ടപ്പെട്ട നമ്മളെ കൂടെ ഉണ്ടാവും, നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ ഞാൻ വന്നിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചപ്പോ എനിക്ക് അറിയില്ല എങ്ങനെയാ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന്. ആ സമയത്ത് ഞാൻ എന്റെ മാനത്തിനേക്കാളും എന്റെ ജീവനാണ് വാല്യൂ കൊടുത്തത്. കാരണം ചില സന്ദർഭങ്ങളിൽ നമുക്ക് മാനത്തിനേക്കാളും വലുത് ജീവൻ തന്നെയാണ്. എനിക്ക് അന്നേരം അങ്ങനെയാ തോന്നിയത്. എനിക്ക് എങ്ങനെയെങ്കിലും എത്തിയാൽ മതി എന്നുള്ളത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്താന്നുള്ളത്. എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ. കുറെ ആളുകളൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ലേഡീസ് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ആളും പേരും അറിയാത്തൊരു സ്ഥലത്ത് ചെന്നിട്ട് ഒരാളെയും വിശ്വസിച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. അതിനൊരു ഉദാഹരണമായിട്ടാണ് ഞാനിപ്പോ പറയുന്നത്. കാരണം അത്യാവശ്യം ധൈര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ലൈഫിൽ എന്താ നടക്കണമെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. ഞാൻ മാക്സിമം കരയാതെ, ഇതുവരെയും ഞാൻ എവിടെയും കരഞ്ഞൊരു വീഡിയോ പോലും ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ ഒരുപാട് പിടിച്ചിരുന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് കരഞ്ഞിട്ട് ആരടുത്തും ഇത് പറയാൻ വേണ്ടിയിട്ടൊട്ടും ആഗ്രഹമില്ല. ഞാൻ ആർക്കും ഇതുപോലത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ, എസ്പെഷ്യലി ട്രാവലിങ്ങിനിടയിൽ. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചെന്റെ ലൈഫിൽ ഞാൻ ഇനി ഒറ്റയ്ക്ക് എവിടെയും ട്രാവൽ ചെയ്തിട്ടില്ല. ഞാൻ ഹാപ്പി ആയിട്ട് തുടങ്ങിയിട്ട് ഭയങ്കര വലിയ വിഷമത്തോടെയാണ് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യുന്നത്. എനിക്ക് ഇത് നോക്കി സംസാരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഒരുപാട് എന്റെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ തരണം ചെയ്ത് വന്നിട്ടുണ്ട്. ഇതും ഞാൻ ഓവർകം ചെയ്യും. കാരണം അങ്ങനെ ഒന്നും വിട്ടുകൊടുക്കാനുള്ള ലൈഫല്ല. ഞാൻ ഒരുപാട് പോരാടിയാണ് ഇവിടെ വരെ. അത് പറഞ്ഞത് ഞാൻ ഇഷ്ടപ്പെട്ടു എൻ്റെ പെങ്ങളെ. ഞാൻ ലൈഫിൽ ഒരിക്കലും വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. അതന്നെ ഇനിയെങ്കിലും നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെ സുഹൃത്തുക്കളെ ആരാണെങ്കിലും കൂട്ടിയിട്ട് ഇങ്ങനെയുള്ള യാത്രകൾ ചെയ്യാൻ. പക്ഷെ ആ സ്ത്രീക്ക് വരുന്ന കമൻറ്റുകളാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരുപാട് ബാഡ് കമൻറ്റ് വരുന്നുണ്ട്. ഇത് നിങ്ങൾ റീച്ചിനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. നിങ്ങൾക്ക് മുമ്പ് 1000 താഴെ വ്യൂസാണ് ഉണ്ടായിരുന്നത്, 1000 മുകളിലാണ് എന്തെല്ലാം കമൻറ്റ്. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. അടുത്ത വാക്കുകൾ കേൾക്കാം. നമ്മളെ എന്താണ് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് നമുക്കറിയണ്ട. അതൊന്നും നമുക്ക് കാണാമല്ലോ. പക്ഷെ ഞങ്ങൾക്ക് കാണിക്കാൻ ഇതാന്ന് കേട്ടോ. പക്ഷെ എന്നിരുന്നാലും ഞാൻ കാണിച്ചു തരാം. എന്നാ നോക്കിയോ, ഭയങ്കര രസമാണ് ആ കുതിര സവാരി ചെയ്യുമ്പോൾ. നല്ല രസം. ഇവിടെ നിന്നൊന്നും അവൻ്റെ തനി സ്വഭാവം പുറത്ത് കാട്ടിക്കുന്നത് അല്ലേ? അതാ കണ്ട. ആർക്കാലും പേടിയുണ്ടാവും ഈ ഒരു സംഭവം. രാത്രിയല്ലേ, രാത്രിയാവാൻ പോകുന്നുണ്ട്. What's your name? Jana. Jana. Your name? Wi-Fi. Who's you connect? Wi-Fi? Wi-Fi. Who's you connect? This is my nickname. Okay. What's your real name? Real name Abdullah. Abdullah. നല്ല പേരും വെച്ചിട്ട് ഓനും
ചെയ്തതിൻ്റെ അടുത്ത് ചെയ്തുകൊണ്ടിരിക്കണം എൻ്റെ മോൻ. വേറെ വഴിയില്ല എനിക്ക്. പക്ഷെ ഈ ഒരു അവസ്ഥ ആർക്കും കൊടുക്കരുത്. നാട്ടിൽ വല്ലവരിക്കണമെങ്കിൽ ഞാൻ ചേർത്ത് വിളിച്ചാണ്. ഈ വഴി കണ്ടു കഴിഞ്ഞാല് And you? Look there. Look to the Sunday. എന്താ പറയണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരുപാട് കൺട്രി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ലൊരു അനുഭവമല്ല എനിക്ക് കിട്ടിയത്. ഞാനിവിടെ വരുന്നതിന് മുമ്പ് പറഞ്ഞത് ഇത് ഭയങ്കര സേഫസ്റ്റ് കൺട്രി ആണെന്നൊക്കെയാണ്. ബട്ട് മേ ബി എൻ്റെ ടൈം ശരിയല്ലായിരിക്കാം. ഞാൻ വന്ന വഴി നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. ഒരിക്കലും നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ വന്ന വഴി ഒരിക്കലും ആരും തിരഞ്ഞെടുക്കരുത്. കാരണം ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്റ്റേജിൽ നിങ്ങൾ നിൽക്കേണ്ടി വരും. എസ്പെഷ്യലി ഒറ്റയ്ക്ക് വരുന്നതുകൊണ്ട് എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണ്ടെന്ന് അറിയത്തില്ല. എന്താ സംഭവിച്ചെന്നും എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. ചില സമയങ്ങളിലുണ്ടല്ലോ നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. എന്റെ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ എനിക്ക് പ്രതികരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. എനിക്ക് അന്നേരം എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഈ സ്ഥലത്ത് എത്തിയാൽ മതി എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാതെ വന്നത്. ഐ എം നോട്ട് ഗുഡ്. നോട്ട് ഗുഡ്. സോ ഗൈസ്, ഞാൻ അപ്പൊ കേട്ടില്ല. ഇനി എന്താല്ല ഒരു എത്രത്തോളം ആ പെൺകുട്ടി ടെൻഷനായിട്ടുണ്ടാവില്ല ആ ഒരു സമയത്ത്. ഒന്നും പറയാൻ പറ്റില്ല. രാത്രിയാവാൻ പോകുന്നൊരു സമയം. ഇനെന്താണ് അതിന് ശേഷം കുട്ടി പറയുന്നത്? ഞാൻ ആ ഒരു വേ ചൂസ് ചെയ്തത്, അല്ലാതെ പൈസയുടെ പ്രശ്നം കാരണമല്ല. ഞാൻ വീണ്ടും പറയാണ്, പൈസയുടെ പ്രശ്നം കാരണമല്ല. പിന്നെ അവിടെ 10 ദിനാർ അവൻ മ്യൂളിന് ചോദിച്ചത് ഇലക്ട്രിക് കാറിൽ 15 കൊടുക്കാൻ പറ്റാനിട്ടല്ല. ഇലക്ട്രിക് കാറിലോട്ട് ഞാൻ പോണെങ്കിൽ ഇന്നും ഞാൻ നടക്കണം, ഇന്നും സമയം പോകും. എനിക്ക് ആ സമയം ഇവിടെ എത്തണം. കാരണം 1 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് ഈ വാദിറം എന്നുള്ള സ്ഥലത്തോട്ട് എത്തേണ്ടത്. അതുകൊണ്ട് ആ സമയത്തിന്റെ പരിധി കാരണമാണ് ഞാനിത് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ പറഞ്ഞ മ്യൂളിൽ ഞാൻ കയറുന്ന സമയത്ത് ഇവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കയറാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിത് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ആ സമയത്ത് എന്റെ ഫോൺ ഞാൻ ബാഗിൽ വെച്ചിട്ട് ഈ DJ ക്യാമറയിലാണ് ഞാൻ വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഓരോ തവണയും സൈഡിൽ ക്ലിക്ക് ചെയ്യുന്നത് ഓണാവാൻ വേണ്ടിയിട്ടും ഓഫ് താനെ ഓഫായി പോകും. സ്ക്രീനും ഓഫായി ഇടയ്ക്ക് പോയത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. ഇതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പൊ ഞാനിത് കയറുന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? അപ്പൊ അതെ. നിങ്ങൾ അങ്ങനെ നടന്നാണോ വരുന്നതെന്ന് വെച്ചു. അത് എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് പറയുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരാൾ മ്യൂളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്ക് വേറെ 2 ആൾക്കാർ മ്യൂളിൽ പോകുന്നത് കണ്ടു. അപ്പൊ ഞാൻ കരുതി ഇത്രയും മെഗലിലോട്ട് കയറുന്നില്ല, ചിലപ്പോൾ ഇവനൊരു മ്യൂളിൽ വരുന്നതായിരിക്കും. അതാണ് ഞാൻ ചോദിച്ചത്, നീ നടന്നാണോ വരുന്നത്, അല്ലാതെ എന്റെ കൂടെ കയറി ഇരിക്കാൻ ഞാൻ പറഞ്ഞതല്ല. ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇവനെ പിടിച്ച് ഇരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ള. ആ സാധനത്തിന് നിങ്ങൾ കണ്ടില്ലേ? ആ ഒരു മ്യൂൾ എന്നുള്ള സാധനം വളരെ ചെറുതാണ്. എനിക്ക് തോന്നുന്നു എന്റെ ഡേറ്റയ്ക്ക് അതിന് ഉണ്ടാവത്തുള്ളൂ. അതൊരു ചെറിയൊരു അനിമൽ ആണ്. ആ ഒരു അനിമലിന്റെ മേഖല ഞാൻ കയറിയിരിക്കുമ്പോൾ ഞാൻ കംഫർട്ട് അല്ലായിരുന്നു. എനിക്ക് പിടിച്ചിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് തിന്നുന്ന കണക്ക് തോന്നുന്നുണ്ട്. ആ ഞാൻ അവനെ കയറിയിരിക്കാൻ പറയുന്നു? ഒരിക്കലും ഇല്ല. ഇൻ ബിറ്റ്വീനില് നമ്മളിങ്ങനെ മേലെ കുത്തനെ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ ഇതിന്റെ അടുത്ത് ഇതിനെ അടിച്ചിട്ട് ഇത് ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ മേഖലോട്ട് പോകുമ്പോൾ ഇവനാണ് ഇതിന്റെ മേലെ ചാടി കയറിയിട്ടുണ്ടായിരുന്നത്. ഈ ചാടി കയറിയ സമയത്ത് ഞാൻ ഇവനോട് പറയുന്നുണ്ടായിരുന്നു, നീ എന്തിനാ എന്റെ മേഖലിൽ കയറിയത്, ഇത് നമ്മളുടെ വെയിറ്റ് താങ്ങുമെന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത്, നിന്നെയും എന്നെയും പോലെ ഇന്നും 2 ആൾക്കാർ ഇരുന്നാലും ഇത് താങ്ങും എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയം മുതലേ എനിക്ക് ഇപ്പോൾ ഇരിക്കുന്നതിന്റെ ഒരു അൺകംഫർട്ടബിൾ മാത്രമേ ആ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വ്യക്തി രണ്ടാമത് ഈ പറഞ്ഞ ഒരു കുറച്ചുകൂടി ദൂരം മുകളിലോട്ട് പോയപ്പോൾ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു മരത്തിന്റെ കൊമ്പ് എന്തോ ഒടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിനെ അടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം നോക്കിയിട്ടില്ല. അതിനുശേഷമാണ് ഈ പുള്ളി ഈ പറഞ്ഞ വ്യൂളിൽ വീണ്ടും തിരിച്ചു കയറിയതിനു ശേഷം ഓരോ പ്രവർത്തികളും ആരംഭിച്ചിട്ടുള്ളത്. ഈ പ്രവൃത്തി എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് കുറച്ച് മടിയും നാണക്കേടും ഉണ്ട്. അതില് ഈ പറഞ്ഞ സീക്രട്ട് ഏജന്റ് ചെയ്ത വീഡിയോയിൽ അയാൾ തന്നെ പറയുന്നുണ്ട്, ഒരു മനുഷ്യന് സാധാരണ ഒരു മനുഷ്യനെ കാണുമ്പോൾ മനസ്സിലാവും ഒരു പെണ്ണ് അൺകംഫർട്ടബിൾ ആവുന്ന സോൺ ഏതാണെന്നുള്ളതും. പിന്നെ ഒരു ആണ് പുറകിലിരുന്നിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്തുദ്ദേശിക്കുന്നോ, അത് നിങ്ങളുടെ തോട്ട്സ് എങ്ങനെയാണ് പോകുന്നത്, നിങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചോ? എനിക്ക് എന്റെ കണ്ടില്ലേ, മനസ്സിലായില്ലേ? ആ കുട്ടീനെ പല രീതിയിലും ഇവൻ ഇതാക്കിയിട്ടുണ്ട്. എന്തായാലും ഒരു